യുഎഇയിലെ ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യ നേരിട്ടത് ക്രൂരപീഡനമെന്ന് തെളിയിക്കുന്ന മറ്റൊരു ശബ്ദ സംഭാഷണം കൂടി പുറത്ത്. ഇനിയും പിടിച്ചു നിൽക്കാനാകില്ലെന്ന് പറഞ്ഞ അതുല്യ സഹോദരിക്ക് അയച്ച ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. അതേസമയം ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കാത്തതിനാൽ അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും. നമസ്കാരം ഗൈസ്. എനിക്ക് അറിയില്ല എത്രത്തോളം എൻ്റെ സൗണ്ട് ഒരു ക്ലിയർ ഉണ്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്നുള്ള എനിക്കറിയില്ല. സൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പം ഇനി നന്നായി കുറയുന്നതിന് മുമ്പായിട്ട് 2 വീഡിയോസ് എടുത്തു വെച്ചാൽ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് വോയിസ് റെസ്റ്റ് ആയിരിക്കും എന്നോട് പറയുക. അപ്പം അതുകൊണ്ട് വേഗം രാവിലെ തന്നെ വന്നെടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇപ്പം നമ്മുടെ അതുല്യ സതീഷ് കേസ് ആരും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് വേറെയും കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം ഈ കേസിൽ വന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അതുല്യ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഓഡിയോസ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുല്യ പല ആൾക്കാരോടും അതുല്യ കടുത്ത മാനസിക ശാരീരിക ബുദ്ധിമുട്ട് ഈ പെർട്ടിക്കുലർ വ്യക്തിൻ്റെ അടുത്ത് നിന്ന് നേരിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞ് ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പം അങ്ങനെ കുറേ ന്യൂസ് കാര്യങ്ങളൊക്കെ ഡെയിലി പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ അതുല്യൻ്റെ ബോഡി നാട്ടിലെത്താനോ അല്ലെങ്കിൽ അതിൻ്റെ ഫോറൻസിക് അല്ലെങ്കിൽ നിയമ നടപടി പോലെയുള്ള കാര്യങ്ങളൊന്നും സ്പീഡായിട്ട് നടന്നിട്ടുമില്ല. അപ്പം ആണ് കേസിൻ്റെ അപ്ഡേറ്റ്. ഞാൻ അധികം അങ്ങോട്ട് വലിച്ചു നീട്ടി പറയുന്നില്ല. പിന്നെ എൻ്റെ ലാസ്റ്റ് ഇട്ട വീഡിയോൻ്റെ താഴെ ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു, ആൽക്കഹോളിസം റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ പറയണമെന്ന്. ഷുവർ ഞാൻ എന്തായാലും പറയും. എൻ്റെ ഈ ഹെൽത്തി ഇഷ്യൂസൊക്കെ ഒന്ന് മാറി ഞാൻ വീണ്ടും ഒന്ന് സ്റ്റേബിളായി എന്ന് എനിക്ക് തോന്നുന്ന ടൈമിൽ ഞാൻ ഡെഫിനറ്റ്ലി അതൊരു സീരീസ് പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സോ നമുക്ക് ബാക്കി ന്യൂസിലോട്ട് പോവാം. സതീഷിന്റെ ക്രൂരപീഡനങ്ങൾ അച്ഛനും അമ്മയും സഹപാഠികളായ സുഹൃത്തുക്കളും പറഞ്ഞത് പൂർണ്ണമായും ശരിവയ്ക്കുന്ന അതുല്യയുടെ തന്നെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. താൻ അനുഭവിക്കുന്ന പീഡനങ്ങൾ സഹോദരി അഖിലയോട് വെളിപ്പെടുത്തുന്നതാണിവ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്ലേറ്റ് കൊണ്ട് തലക്കടിച്ചതായും അടിയിൽ പ്ലേറ്റ് പൊട്ടി തകർന്നതായും അതുല്യ പറയുന്നു. നല്ലപോലെ കള്ളു കുടിച്ചിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചിടി. പ്ലേറ്റ് എടുത്ത് എന്റെ തലയിലടിച്ച്. പ്ലേറ്റ് മറ്റേ അളിങ്ങിന്റെ പ്ലേറ്റ് ആയിരുന്നു. അത് 4 കഷ്ണമായി. എന്നിട്ട് എന്റെ പെടലിക്കും കൊങ്ങായ്ക്കലൂടെ കുത്തിപ്പിടിച്ച് പെടലി മൊത്തം ചുമന്ന. അയാളെ വരെ തന്നെ അയാൾക്ക് ഒരു മാറ്റവും ഇനി വരാനും പോകുന്നില്ല. സതീഷ് അടിച്ചു കൊല്ലുമെന്നും അവിടെ നിന്ന് മാറാൻ അമ്മ പറഞ്ഞതായും ഓഡിയോ ക്ലിപ്പിലുണ്ട്. ജോലിക്ക് പോയാൽ ആ വാശിയിൽ അയാൾക്കൊരു മാറ്റവും വരൂല. വൺസ് യു ആർ ആൻ ആൽക്കഹോളിക് യു ആർ ഓൾവേസ് ആൻ ആൽക്കഹോളിക് എന്നാണ്. ഒരാൾ അഡിക്റ്റ് ആയാൽ, ഒരു ലഹരിക്ക് അഡിക്റ്റ് ആയാൽ അയാൾ ലൈഫ് ലോങ് അഡിക്റ്റ് തന്നെയാണ്. കുടി നിർത്തിയാൽ അല്ലെങ്കിൽ ഉപയോഗം നിർത്തിയാൽ ആ അസുഖം മാറി. എന്ന് ഉപയോഗം സ്റ്റാർട്ട് ചെയ്യുന്നോ അന്ന് വീണ്ടും എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഒരു വിചാരമാണ്, ഒരു പേഷ്യൻറ്റിനെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ഒരു 10-20 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങിയാൽ അവൻ്റെ രോഗം മാറി, അവൻ്റെ അഡിക്ഷൻ മാറി എന്നാണ്. അത് വളരെ റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള വിചാരമാണ്. ഇപ്പോൾ ഡയബറ്റിക്സ് ഒക്കെ പോലെ തന്നെ ഇറ്റ്സ് എ ലൈഫ് ലോങ് ഡിസീസ്, ഇറ്റ്സ് എ ക്രോണിക് ഡിസീസാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതൊന്നും അറിയാത്തൊരു വ്യക്തിക്ക് എന്താണ് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു നോളജ് കൊടുക്കുന്നു, കുടിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുടിക്കാതിരിക്കുക. കുടിച്ചുകൊണ്ട് കുടി നിയന്ത്രിക്കാൻ അവരെ കൊണ്ടാവില്ല. ഇപ്പോൾ സിമ്പിൾ സൈക്കോളജി എന്ന് പറയുന്നത് ഇപ്പോൾ 1-2 പെഗ് അടിച്ച് പോകുന്ന ഒരാൾ ഒരിക്കലും വീട്ടിൽ വന്ന് കച്ചറി ഒച്ചപ്പാടം ഉണ്ടാക്കില്ല. ഇതിങ്ങനെ 6, 7, 8, 9 പെഗ്ഗായി കുടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയന്ത്രണം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിട്ട് അവൻ്റെ സ്വഭാവം എന്താ, അവൻ്റെ ഭാര്യയാണോ കുടുംബമാണോ അവൻ പ്ലേറ്റ് ഇട്ട് തല്ലുകയാണോ എന്നുള്ള ബോധം നഷ്ടപ്പെടുമ്പോഴാണ് അയാൾ അങ്ങനെ റിയാക്ട് ചെയ്യുക. അപ്പോൾ അയാൾ ഈ 9, 10 പെഗ്ഗും അടിച്ച് അതുമായിട്ട് യൂസ്ഡായി നിൽക്കുന്ന ഈ വ്യക്തിക്ക് 2 പെഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും തോന്നുമോ? അയാൾക്ക് ഒന്നും തോന്നില്ല. അപ്പം നിയന്ത്രിച്ച് കുടിക്കാനോ അല്ലെങ്കിൽ അളവ് കുറച്ച് കുടിക്കാനോ ഒന്നും ഈ പെർട്ടിക്കുലർ വ്യക്തിനെ കൊണ്ട് സാധിക്കില്ല. ആൻഡ് ഇയാൾ കുടിച്ചാൽ ഈ അക്രമ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇയാൾ എന്നും ഇങ്ങനെ തന്നെയാണ്. പണ്ട് ഇയാളിപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് കുറേ കൊല്ലമായി, അന്ന് അനുഭവിച്ചതിൻ്റെ ഇരട്ടിയെ ഇന്ന് അനുഭവിക്കും. ഇന്നിപ്പോൾ അതുല്യ ഉണ്ടായിരുന്നു, അതുല്യ ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കുകയാണ്. ഒരു 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇയാൾ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും. പ്ലേറ്റും കൊണ്ടാണ് അടിച്ചെങ്കിൽ അടുത്ത കത്തിയും കൊണ്ടായിരിക്കും. അതാണ് ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത. ഇറ്റ്സ് എ പ്രോഗ്രസീവ് ഡിസീസ്. എന്തിന് പേടിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ കുട്ടി പറയുന്ന ഒരു റീസൺ, ഞാൻ ജോലിക്ക് പോവുകയാണെങ്കിൽ എൻ്റെ വിസ കട്ട് ചെയ്യും, പോണ്ട ജോലിക്ക്, അവിടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻ്റെ വീട് അവിടെ ഉണ്ടല്ലോ അങ്ങോട്ട് പോയാൽ മതി. ഇപ്പോൾ ഇതിനെ പറ്റിയൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഇനി ഇത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകില്ല. നമുക്ക്
വേറെയും കുറച്ച് ഇവരുടെ ഫോൺ സംഭാഷണത്തിൻ്റെ ഒരു വലിയൊരു ഓഡിയോ വന്നിട്ടുണ്ട്. ഫുൾ കംപ്ലീറ്റ് ഓഡിയോ. നമുക്ക് ആ ഓഡിയോ ഫുൾ കേൾക്കാം. ചെയ്യുന്ന സമയത്ത് തന്നെ ഉച്ചയ്ക്ക് വിളിച്ചടി. കൂട്ടുകാരന്മാരുടെ അടുത്ത് വന്ന് ചോദിച്ചു ആരോട് അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞു കാമുകിയാണ്. അപ്പോൾ കൂട്ടുകാരന്മാർ ചോദിച്ചു ഏതാ മസായ ബിൽഡിങ്ങിലെ പെണ്ണാണോ അതോ ബസ്സിലെ പെണ്ണാണോ എന്ന്. ഞാൻ നല്ലപോലെ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എന്താ അവന്മാരങ്ങനെ പറഞ്ഞു. ഇതിന്റെ പേര് പറഞ്ഞു ഇന്ന് നല്ലപോലെ കള്ളു കുടിച്ചിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചടി. പ്ലേറ്റ് എടുത്ത് എൻ്റെ തലയിലടിച്ച്. പ്ലേറ്റ് അളിങ്ങിന്റെ പ്ലേറ്റ് ആയിരുന്നു. അത് 4 കഷ്ണമായി. അതെന്റെ പെടലിക്കും കൊങ്ങായ്ക്കലൂടെ കുത്തിപ്പിടിച്ച് പെടലി മൊത്തം ചുമന്ന. അയാളൊക്കെ തന്നെ അയാൾക്ക് ഒരു മാറ്റവും ഇനി വരാനും പോകുന്നില്ല. ചാൻസ് കൊടുക്കേണ്ടവരിങ്ങനെ ചാൻസ് കൊടുത്തോണ്ടേയിരിക്കും. ഒരുപാട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ, കാല്, തൊടഭാഗം ഒക്കെ മുറിഞ്ഞ്. അവന് പ്രാന്താണ്. സൈക്കോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ അമ്മ എൻ്റെ അടുത്ത് ഞാൻ അമ്മയെ ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുന്ന നീ ആ ജോലിക്ക് പോകും. അമ്മ പറഞ്ഞു നീ ഇനി നിൽക്കണ്ട, നിന്നെ അവൻ അടിച്ചു കൊല്ലും. എനിക്ക് വയ്യ എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കുന്നത്. ഒരു പരിധിയില്ലേ മനുഷ്യൻ അടികൊള്ളുന്നേ. ഒരു ശകലം ഞാൻ ഇനി ഇവിടെ പിടിച്ചേക്കത്തില്ല. ഇതാണ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള അതുല്യ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓഡിയോ. ഈ ഓഡിയോയിൽ പറയുന്ന ഒരു സാധനമുണ്ട്. അതുല്യയുടെ ഹസ്ബൻഡിന് ഒരു വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അത് ഞാൻ ചോദിച്ച സമയത്ത് അന്ന് നൈറ്റ് വന്നിട്ട് എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു. ഇതൊക്കെയാണ് പറയുന്നത്. ഇവിടെ വരുന്നൊരു ചോദ്യമാണ് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, ബേസിക്കലി ആൽക്കഹോളിക് മദ്യം അധികമായി കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 75% ഓഫ് ആൾക്കാർക്ക് മദ്യം കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷുവൽ താല്പര്യങ്ങൾ ഭയങ്കര കൂടുതലായിരിക്കും. പാർട്ട്ണറായിട്ടോ അല്ലാണ്ട് സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ ഭയങ്കര താല്പര്യമായിരിക്കും. പക്ഷേ ഫിസിക്കലി അതിനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. എന്നുവെച്ചാൽ മൈൻഡ് കൊണ്ട് താല്പര്യം ഉണ്ടാവും, ബോഡി അതിനെന്തായിരിക്കില്ല, വലിയ ആവാത്ത കണ്ടീഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ കൊണ്ട് തന്നെ ഇവരുടെ ഭാര്യനെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ മദ്യം കൺസ്യൂം ചെയ്ത് വരുന്ന ഒരു ഹസ്ബൻഡ് ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഭാര്യ പോ ചേട്ടാ എന്ന് മാത്രമേ പറയൂ. അപ്പോൾ അതിലിവർ ഡിസ്റ്റർബ്ഡ് ആവും, അതിൽ ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ ഇവർ ചില ബലം പ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ ഭാര്യനപ്പം തല്ലി ഉപദ്രവിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേറെ കാമുകനുണ്ട് പറയുന്ന ആൾക്കാരുണ്ട്. പലരും പല രീതിയിലാണ് ഈ ഒരു സിറ്റുവേഷൻ അപ്രോച്ച് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു അപ്രോച്ച് പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ഒരു ചാൻസ് എന്താണെന്ന് വെച്ചാൽ ഇവർ വേറെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലോട്ട് പോകും. പൊതുവേ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ പല വ്യക്തികളുമായിട്ട് ചാറ്റ് ചെയ്യാനും സംസാരിക്കാനും അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചാറ്റ് ചെയ്യാൻ തുടങ്ങും. ഇന്ന് വളരെ കോമൺ ആണ്. എനിക്ക് മെസ്സേജ് അയച്ചോ ഞാൻ റിപ്ലൈ തരാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ആവും, അതിങ്ങനെ പോകും. ഒരു 70% ഓഫ് ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പോ പുറമെ പോയിട്ടുള്ളൊരു ഓപ്പൺ സെക്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് ഇതുണ്ട് എന്ന് പറയുന്നതിൽ 1% പോലും ഡൗട്ട് ഉണ്ടാവില്ല. ദാറ്റ്സ് വെരി കോമൺ. പിന്നെ ഒരു പെണ്ണും സ്വന്തം ഭർത്താവിന് അവീതമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കില്ല. അങ്ങനെ ഒരു പെണ്ണ് പറയുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പം അതും കൂടെ സഹിച്ചുകൊണ്ട് ആ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ തോന്നി ഈ മനസ്സിന് ശരിക്കും പുണ്യം ചെയ്യണം. ഞാൻ വേറെ ഏത് രോഗത്തിൽ ഭർത്താവിൻ്റെ കൂടെ സർവൈവ് ചെയ്യുന്ന ഭാര്യനേക്കാളും ഒരു 0.1% ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഭാര്യമാരെ ഞാൻ എപ്പോഴും പ്രൈസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. കാരണം ഇവരുടെ ഈ പേക്കൂത്തുകൾ, ഇപ്പോൾ സതീഷൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഇമാതിരി വൃത്തികെട്ട പേക്കൂത്തുകളൊക്കെ സഹിച്ചുകൊണ്ട് ആ ലേഡിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചല്ലോ, അല്ലെ ഇത്രയും കാലം നിന്നല്ലോ. അപ്പം അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇവരുണ്ടായിട്ടില്ല. ഇനി ഷാർജയിൽ നിന്ന് എന്തെങ്കിലും ശിക്ഷയോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വന്ന എന്തെങ്കിലും ശിക്ഷയൊക്കെ കിട്ടുമ്പോൾ ബോധം വരികയായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ തന്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ തന്നെ പറഞ്ഞിരുന്നു അവൻ നിന്നെ അടിച്ചു കൊല്ലും, അതുകൊണ്ട് അവിടെ നിന്നും നീ എത്രയും പെട്ടെന്ന് മറ്റൊരു ബെഡ് സ്പേസ് കണ്ടെത്തി മാറണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവിടെ നിന്നും പോയി മറ്റൊരു ജോലിക്ക് ശ്രമിക്കണമെന്നും ജോലിക്ക് ചേരണമെന്നും അമ്മ പറഞ്ഞിരുന്നു. പക്ഷേ ആ ജോലിക്ക് ചേരാൻ അതുല്യ തയ്യാറാകാതിരുന്നത് അതിന് കാരണം താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കെത്തി അതുല്യയെ അവിടെയും ഉപദ്രവിക്കും, ഒപ്പം തന്നെ തന്റെ വിസ ക്യാൻസൽ ചെയ്യുമോ എന്ന് പോലും അതുല്യ ഭയപ്പെട്ടിരുന്നു. ഇത്തരം കാരണങ്ങളാൽ കൊണ്ടാണ് സതീഷിൽ നിന്നും വിട്ടു മാറി ഈ നാട്ടിലേക്ക് വരാൻ പോലും ആകാതെ അതുല്യ അവിടെ നിൽക്കേണ്ടി വന്നത്. എന്തായാലും ഇനിയും പിടിച്ചു നിൽക്കാനാകില്ല എന്ന തന്റെ സഹോദരിക്ക് അയച്ച സന്ദേശത്തിൽ പോലും കൃത്യമായി അതുല്യ പറയുകയാണ്. അതിലൂടെ തന്നെ ഞാൻ ഇതിന് ബേസിക്കലി ഒരു കോമൺ സെൻസ് ഇല്ല എന്നൊരു ഒപ്പീനിയനിൽ കൂടെ മാത്രമേ എനിക്ക് ഈ ഒരു കേസിന് പറയാൻ പറ്റൂ. അപ്പം അതുല്യ പറയുന്ന ഒരു എക്സ്ക്യൂസും ഞാൻ സമ്മതിക്കുന്നതല്ല. ഒരു എക്സ്ക്യൂസിന് വെച്ചാൽ ഒരു എക്സ്ക്യൂസും ഇതിൻ്റെ ആവശ്യമില്ല. അതുല്യയുടെ സിസ്റ്ററോ റിലേറ്റീവോ ആരോ ഒരാൾ അടുത്തുണ്ട്, അവിടെ പോയി നിന്നൂടെ? അല്ലെ ഒന്നും വേണ്ടടോ, അവിടെ കാണുന്ന ഒരു പോലീസുകാരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ മതി ഞാൻ ഇത്ര രീതിയിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് നേരിട്ടിട്ടുണ്ട്, എനിക്കിവിടെ നിൽക്കാൻ പേടിയാണ്, എന്നെ ഇവിടെ നിന്ന് മാറ്റണം. അതിന് സപ്പോർട്ടീവായിട്ടുള്ള എത്ര ആൾക്കാരാ ലോകത്തുണ്ട്. അല്ലെ വീട്ടിലോട്ട് വിളിച്ച് പറയുക. ജോലിയൊക്കെ ജീവിച്ചിരുന്നിട്ടല്ലേ ജോലിയുടെ കാര്യമുള്ളൂ.
ഇങ്ങനത്തെ ഒരുത്തന്നെ തല്ലും അടിയും കുത്തും ചവിട്ടും കിട്ടി എത്ര കാലം ജീവിക്കും? അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ എടുക്കാത്ത ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ 100% പറയും. എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഒരിക്കലും വരില്ല, 100% ഞാൻ പറയും. നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ എടുക്കാത്ത ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പ്രശ്നം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് പ്രായോഗിക ബുദ്ധി ഉപയോഗിക്കണം. നമുക്ക് ബുദ്ധി എന്ന് പറയുന്നത് ഉപയോഗിക്കാനാണ്. പലതും കാണുന്ന സമയത്തും കേൾക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ഉണ്ടായിട്ട് നമ്മളത് ഉപയോഗിക്കാണ്ട് വേറെ തലത്തിലുള്ള തീരുമാനത്തിന് പോകുന്നുണ്ടെങ്കിൽ യു ആർ ലൂസിങ് യുവർ ലൈഫ്. ആദ്യം ആ പെൺകുട്ടി അവിടെ നിന്ന് നിൽക്കട്ടെ ആൻറ്റി, എന്നിട്ടാക്കുക ജോലിയുടെ കാര്യം. അവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാൻ നോക്കുമ്പോഴാണ് നീ അവിടെ പണി ചെയ്ത് നിന്നു. എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നത്? ഇവിടെ വരുന്നൊരു ഡൗട്ടാണ് ഈ ഭ്രാന്ത് സൈക്കോ എന്ന് പറയുന്നത്. എന്ത് ഈ ഭ്രാന്ത് എങ്ങനെയാണാവുക ഒരു ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക്? ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ കഞ്ചാവിനും MDMA ഭ്രാന്ത് ഉണ്ടെങ്കിലും കള്ളിന് എങ്ങനെയാണ് ഭ്രാന്ത് വരിക? ചോദ്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. നീ നല്ല വിശദീകരിച്ച് ക്ലാസ് എടുത്ത് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ സൗണ്ട് എന്നെ ഒട്ടും സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ബുദ്ധി, ബോധം, വിവരം, വിവേകം എന്ന് പറയുന്ന ഈ സാധനങ്ങളൊക്കെ എനിക്ക് തരുന്നത് എൻ്റെ ബ്രെയിനാണ്. എൻ്റെ ബ്രെയിൻ കറക്റ്റ് പ്രവർത്തിക്കുന്നുണ്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ തുണി ഇട്ടുകൊണ്ട് വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഞാൻ എൻ്റെ ഡ്രസ്സ് ഡീസൻ്റായി ഇരുന്ന് ഞാൻ വീഡിയോ എടുക്കണം, ഡീസൻ്റായി സംസാരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ തുണിയിട്ടിട്ടാണോ പോവുക? അല്ല, എൻ്റെ ഒരു പേഴ്സണൽ സ്പേസാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് സംസാരിക്കുമ്പം ഞാൻ ഇങ്ങനെയാണോ സംസാരിക്കുക? അവൻ എന്ത് പരിപാടിയാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. പക്ഷേ ഓരോ സ്ഥലത്തും എങ്ങനെ പെരുമാറണം, എങ്ങനെ നിൽക്കണം എന്നുള്ള ബുദ്ധി, വിവരം, വിവേകം എന്നീ തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് തരുന്നത് അവളുടെ ബ്രെയിനാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലഹരി വസ്തു ഏതാണെങ്കിലും അത് ബ്രെയിനിൽ എത്തുന്നുണ്ട്. മദ്യമാണെങ്കിലും ബ്രെയിനിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഈ മദ്യം ബ്രെയിനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ബ്രെയിനിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പല പല പാർട്സിനെ ഇങ്ങനെ ഡാമേജ് ചെയ്യാൻ തുടങ്ങും. ഡാമേജ് ചെയ്തിട്ടാണ് ഓരോരുത്തരുടെ സ്വഭാവം മാറുന്നത്, പെരുമാറ്റം മാറുന്നത്, ലൈഫ് സ്റ്റൈൽ മാറുന്നത്, പണ്ട് ചെയ്തത്ര ഒരു എനർജി ഇല്ലാത്തത്, പല കാര്യങ്ങളും മറന്നു പോകുന്നത്. ചില ആൽക്കഹോളിക്കൊക്കെ പറയുന്നത് അവൻ്റെ തുമ്പത്തിൻ്റെ ടീച്ചറെ കിട്ടുന്നില്ല. ഈ മറന്നു പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ ബ്രെയിനിൽ ഡാമേജ് വരുമ്പോഴാണ്. അപ്പോൾ ബ്രെയിനിൻ്റെ ഏത് ഏരിയയിലാണോ ഡാമേജ് വരുന്നത് ആ ഏരിയ ആയിരിക്കും നമ്മളെ ബാധിക്കുക. മെമ്മറിയിൽ ഡാമേജ് വന്നാൽ നമുക്ക് ഓർമ്മക്കുറവ് വരും. ക്രോഡീകരണ ഭാഗത്ത് ഡാമേജ് വന്നാൽ നമുക്കത് വരും. റിവാർഡ് ഏരിയ, ഇങ്ങനെ പല ഏരിയാസ് ഉണ്ട്, അവിടെ ഡാമേജ് വരും. ഒരു വ്യക്തിയുടെ പെരുമാറ്റം, എല്ലാ സാധനങ്ങളും, ബുദ്ധി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫ്രണ്ടൽ ലോബിനെ കണക്ട് ചെയ്തിരിക്കുന്ന സാധനമാണ്. മദ്യപിച്ചാൽ ഏറ്റവും കൂടുതൽ ഡാമേജസ് വരുന്നത് ഈ ഫ്രണ്ടൽ ലോബിലാണ്. അപ്പോൾ ഈ ഫ്രണ്ടൽ ലോബിൽ ഡാമേജ് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി ഈ ഏരിയയിലൊക്കെ പ്രശ്നം വരും. അത് പിന്നെ അവനൊരു സൈക്കോയാക്കി മാറ്റും, ഒരു മാനസിക രോഗിയാക്കി മാറ്റും. അവൻ ഉടനെ ഒരു ചികിത്സാലയത്തിൽ എത്തിയിട്ട് അവർ കുറച്ചധികം ദിവസം ഇട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പുറത്തോട്ട് ഇടുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല ഈ സതീഷൻ ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ടോ. ആൻഡ് പോകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് പോകുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടാൽ പോരാ. നല്ലൊരു ഡി അഡിക്ഷൻ സെൻറ്റർ അവർക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചികിത്സാലയത്തിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. പക്ഷേ ഇനി ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവന് ഈ ക്രൂരകൃത്യം ചെയ്തതിനുള്ള പണിഷ്മെൻറ്റ് കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അതിനുശേഷം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പോവാം. വീണ്ടും ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പെൺമക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ആൻറ്റിമാരോ അങ്കിൾമാരോ നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഫുള്ള് കണ്ടില്ലെങ്കിലും ഞാൻ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. യു ആർ ബോൺ ആസ് ബ്യൂട്ടിഫുൾ. നിങ്ങൾ ഒരു പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് കൂടെ കടന്നു പോയൊരു വ്യക്തിയാണ്. മാരേജ് ഇസ് എ പാർട്ട് ഓഫ് ലൈഫ്. നമ്മളൊരു ആളെ കണ്ടുപിടിക്കുന്നു, വി ആർ ഗെറ്റിംഗ് മാരീഡ് എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് എന്ന് കരുതി ദാറ്റ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ലൈഫ്. നമ്മൾ കല്യാണം കഴിച്ച് ആർക്കും ബാധ്യതയാവാൻ പോകുന്നില്ല. ഞാൻ കല്യാണം കഴിച്ച് വീണ്ടും വന്ന ബാധ്യത ഒന്നുമില്ല. നമ്മുടെ അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം നമ്മൾ ഒരിക്കലും അവർക്കൊരു ബാധ്യതയാവില്ല. ഇൻ കേസ് ആ ഒരു ടൈമിൽ പറ്റില്ലെങ്കിൽ അവിടുന്ന് പഠനം നിർത്തി ഒരു തുണിക്കടയിൽ പോയി ഒരു 5000 രൂപ ഹോസ്റ്റലിൽ കൊടുത്ത് നിൽക്കുന്നതിന് എന്ത് പ്രശ്നമുള്ളത്? അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാം മാറും. പ്ലീസ് ഡോണ്ട് കമ്മിറ്റ് സൂയിസൈഡ്, ഡോണ്ട് ഹാം യുവർ ലൈഫ്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ. ഇനി വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റും ഉണ്ടാവില്ല. സോ ഞാൻ വേറെ ഡ്രസ്സൊക്കെ മാറ്റി പഠിക്കുവാണ്.